വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, ബദർ അതിജീവനത്തിൻ്റെ ചരിത്ര പാഠപുസ്തകമാണ്. ആംഗബലം കൊണ്ടും വിശ്വാസത്തെയും നിശ്ചാഢ്യത്തെയും ഇല്ലാതാക്കുവാൻ കഴിയില്ല എന്നുള്ളതിന് തെളിവ് കൂടിയാണ് ബദർ. ബദറിനെ മാറ്റി നിർത്തിയുള്ള ഒരു ചരിത്രവും ഇസ്ലാമിനില്ല. ഒരല്പനേരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ബദറിൻ്റെ ചില മർമ്മ പ്രധാനമായ ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. ഷ്യാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് അബൂ സുഫിയാനും കൂട്ടരും വരുന്നുണ്ട് എന്നറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കളെയും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ തിരിച്ചു ചോദിക്കുവാൻ വേണ്ടി അവർ ബദറിലേക്ക് യാത്രയായി. ഒരുപാട് വൈദൂര്യം പിന്നിട്ടപ്പോൾ വിശ്രമം അനിവാര്യമായി വരികയാണ്. അങ്ങനെ അവർ ബദറിനോട് ചേർന്ന് കൊണ്ടുള്ള തുബ്ബത്ത് എന്നിടത്ത് ടെന്റ് കെട്ടി അവിടെ വിശ്രമത്തിനൊരുങ്ങി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയൊരു അന്വേഷണത്തിന് വേണ്ടി തുബ്ബത്തിന്റെ ഒരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നബിയും അതിങ്ങും മടങ്ങി എങ്കത്തി വസിത്താരോ ചെണ്ണ പോയി ചുത്തിന ഫിറിൻ കഥയറിവന്റെ ഫേര വിടുത്താരോ സുവന നബിയും അതിങ്ങും മടങ്ങി എങ്കത്തി വസിത്താരോ ചെണ്ണ പോയി ചുത്തിന ഫിറിൻ കഥയറിവന്റെ ഫേര വിടുത്താരോ സുബൈറും സഅദും ബിഹൈദറും കൂടെ ഉമർ തങ്ങൾ പോടാരോ ദരികിത് തൊനി ഫുടൽ ഒരു രണ്ട് പടുതരെ കണ്ടുപിടുത്താരോ ഹബീബ് തങ്ങളും എൻ്റെ സുഹൃത്തും ചെറിയ അന്വേഷണത്തിന് ശേഷം ടെന്റിലേക്ക് മടങ്ങി വന്നു. പക്ഷേ അവർ സംതൃപ്തരല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ സ്വഹാബാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഒരു വിശാലമായ അന്വേഷണത്തിന് വേണ്ടി 3 പേർ പോവണം. സ്വഹാബാക്കൾ ഓരോരുത്തരും ആശിച്ചു, ഞാനായിരിക്കണം. ആ 3 പേരിൽ ഒരുവൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 പേരെ തെരഞ്ഞെടുത്തു. ധീരരായ അലിയാർ തങ്ങളും സഅദ് സുഹൈർ റളിയല്ലാഹു അൻഹും ആയിരുന്നു. അവർ 3 പേരെയും തെരഞ്ഞെടുത്ത് ഒട്ടകപ്പുറത്ത് യാത്ര അയച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയിലേക്ക് നീങ്ങി. ആ സമയത്ത് അലിയാർ തങ്ങളും തങ്ങളുടെ സുഹൃത്തും യാത്രയിലായിരിക്കെ അവരിങ്ങനെ ഓരോ സംസാരങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഖുറൈശികൾ അവർ എത്ര പേരുണ്ടാകുമെന്നും ആരായിരിക്കും അവരുടെ നേതാവ്, അങ്ങനെ ഓരോ സംസാരങ്ങൾ സംസാരിച്ച് ഒട്ടകപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അലിയാർ തങ്ങൾ ആ കാഴ്ച കാണുകയാണ്. തുബ്ബത്തിനോട് ചേർന്നുള്ള ഒരു കിണറിൽ നിന്ന് പാത്തും പതുങ്ങിയും ആരും കാണാതെ ഒച്ച വെക്കാതെ മെല്ലെ 2 പേർ വെള്ളം കോരുന്നു. അങ്ങനെ തങ്ങളുടെ കൂട്ടുകാരെ തട്ടി വിളിച്ച് ചോദിച്ചു, അത് നമ്മുടെ കൂടെവർ അല്ലല്ലോ? അല്ല, അവർ നമ്മുടെ കൂടെ ഉള്ളവരല്ല. എങ്ങനെ അവരെ കീഴ്പ്പെടുത്താം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ അലിയാർ തങ്ങൾ എടുത്തു ചാടുകയാണ്. അവരിൽ ഒരുവനെ വെലിഞ്ഞു മുറുകുന്നു, മറ്റവൻ ഓടാനിരിക്കെ സഅദ് സുഹൈർ റളിയല്ലാഹു അൻഹു പിടിച്ചു മുറുക്കി വെലിഞ്ഞു മുറുകി പിന്നെ അരികർ പടുവരിൽ പൊളികള ഒടുവിൽ ഉമയ്യാരൻ ഉടനെ ഖുറൈശികൾ ഇടയിൽ ജലമുക്കുന്നവർക്കര നാവിന്റെ പൊളിതളൽ ചെറിയ ദരിദ്രവർ അവിടം ഒളുന്തുടൻ ദുരങ്കല. അങ്ങനെ അവരെ പിടിച്ചുകെട്ടി വെരിഞ്ഞു മുറുങ്ങി ഇലാ ഹദറത്ത് റസൂലില്ലാഹ്. സ്വഹാബാക്കൾ നോക്കുമ്പോൾ 2 പേർ കടന്നു വരുന്നുണ്ട്. അലിയാർ തങ്ങളുടെ കൂടെ 2 പേർ കൂടെയുണ്ട്. സ്വഹാബാക്കൾ ഉറച്ചു വിശ്വസിച്ചു, നമ്മൾ യുദ്ധം വിജയിച്ചു. കാരണം യുദ്ധമുഖത്തെ ഒരു മിനുമിനുക്കുകാർ എന്ന് പറഞ്ഞാൽ അത് യുദ്ധത്തെ തന്നെ മാറ്റിമറിക്കും. സ്വഹാബാക്കൾ ഉറച്ചു വിശ്വസിച്ചു, നമ്മൾ യുദ്ധം വിജയിച്ചു. അങ്ങനെ അലിയാർ തങ്ങളെയും അവരുടെ അനുജന്മാരെയും ടെന്റിലേക്ക് വിശ്രമത്തിന് അയച്ചു. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിലാണ്. അങ്ങനെ സ്വഹാബാക്കൾ മുഴുവനും ഈ 2 ബന്ദികളെ ചുറ്റും നിന്നുകൊണ്ട് അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇതിനിടയിലാണ് ഒരു സ്വഹാബി ദേഷ്യപ്പെട്ട് മുഖഭാവത്തോടുകൂടെ മറ്റുള്ള സ്വഹാബാക്കളെ മുഴുവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് ആ 2 ബന്ദികളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ആരാണ്? എന്തിനു വേണ്ടി വന്നവരാണ്? പേടിച്ച് വിറച്ച് ആ 2 അടിമകൾ വിങ്ങി
ഞങ്ങൾ ഖുറൈശികളുടെ അടിമകളാണ്, അവർക്ക് വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ് എന്ന് പറഞ്ഞു. തീരേണ്ട താമസം കൊടുത്ത് സ്വഹാബി കരളത്തൊന്ന് തെറിച്ചു വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമതും ചോദിച്ചു. അവർ മറുപടി പറയുകയാണ്, ഞങ്ങൾ ഖുറൈശികളുടെ അടിമകളാണ്, അവർ വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ്. പിന്നീട് ദേഷ്യപ്പെട്ട് സ്വഹാബി അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പിന്നിൽ നിന്നും അടിക്കാൻ സ്വഹാബക്കൾ പിടിക്കൂ വാതിൽ അവർ എടുത്ത് നബി മേലെ ഇരുത്തതാ അത് കുൽമിലകുല്ലതികൈൻ സ്വഹാബരെ ഇത് കണ്ട് തുറക്കുവില്ലി ബർഗല സിദുകുൽ നുറകുവില്ലി ബർഗല എടുകുൽ പുലികളെ തടുകുൽ ബുർസ തുടുകുൽ നുർബദ് ഫടികില മുഖവും വിളർതന്റെ മുഖമായി പിരിചയും സകല ഗുണമുള്ളൊരരുളല സകല ഗുണമുള്ളൊരരുളല. നിർത്ത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്നും സലാം വെട്ടി കടന്നു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബന്ദികളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവർ പറഞ്ഞത് സത്യമാണ്, അവർ ഖുറൈശികളുടെ അടിമകളാണ്, അവർ വെള്ളം കോരാൻ വേണ്ടി വന്നവരാണ്. എല്ലാ സ്വഹാബികളും മാറി നിന്നു. അപ്പോൾ റഹ്മത്തുൽ വറ ഷഫീഉൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട കാഴ്ച റസൂലുള്ളാഹിയുടെ ഹൃദയത്തെ ഒന്ന് പിടപ്പിച്ചു. ബന്ദികളായ രണ്ടടിമകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ദേഷ്യപ്പെട്ട് ചോദിച്ചു, ആരാണ് ഇവരെ കെട്ടിയിട്ടത്? ആരോ പിന്നിൽ നിന്ന് കെട്ടയച്ചു വിട്ടു. നബി തണുത്തു. പുഞ്ചിരിച്ചുകൊണ്ട് ആ രണ്ടടിമകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രനാണെന്ന് കേട്ടപ്പോൾ ആ ഖുറൈശികളുടെ അടിമകൾ ശങ്കിച്ചു പോയി. ഇത് തന്നെയാണോ ഖുറൈശികൾ നമുക്ക് പരിചയപ്പെടുത്താന്ന മുഹമ്മദ്? അവർ ശങ്കിച്ചു തന്നെ പോയി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ അതിന് മറുപടി പറയുന്നു. എത്ര മനോഹരമായിട്ടാണ് മോൻകുട്ടി വൈദ്യർ ഇത് രചിച്ചിട്ടുള്ളത്. ശുചൈകളേതെല്ലാമുണ്ട് ഹക്കോദിടൂനി എണ്ടഞ്ചകൽദാമോ ഉണ്ടൻ ഉമൈറുഫി ഹെബ്രാനാഞ്ചാലിറു മബ്ലൂസൈനും ഇത് പണികേറക്കാരായുള്ള ഗ്രാമക്കാരും. ആരൊക്കെയാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. കുത്തുബത്തും ഷഹീബത്തും വലീദും അടങ്ങുന്ന വൻ സഖ്യമാണ് മുഹമ്മദേ, നിങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, അവർ ആരൊക്കെയാണ് ഉള്ളത് എന്ന് വീണ്ടും ചോദിച്ചു. നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അവർ പറയുകയാണ്, എല്ലാരും സംഗമിന്നെന്തോരാൻ ഉങ്ങളിൽ ആരിരുൾ ഇങ്കയിൽ യമനൊളി ഒന്നയോ പൊയ്യല്ല ഹക്കാദാനേ എന്തും നബിയുള്ള എണ്ടത്തിഹാമിന്റെ ഇഹ്റാജായുള്ളൊരു അഹ്ബാബാത്ത് ശുചൈകളേതെല്ലാമുണ്ട് ഹക്കോദിടൂനി. ആരൊക്കെയാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. കുത്തുബത്തും ഷഹീബത്തും വലീദും അടങ്ങുന്ന വൻ സൈന്യമാണ് മുഹമ്മദേ. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുമ്പ് സമർപ്പിച്ചത് വലിയൊരു സന്തോഷമാണ്. ബദറിനെയും ബദരീങ്ങളെയും പ്രകീർത്തിക്കുന്ന സദസ്സിന് മുന്നിൽ സന്തോഷം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഏതാണ്ട് ആ കാലം യുദ്ധമുഖത്ത് ലഭിക്കുന്നവനെ അറുകുല ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വന്തരാണ്. ആ അടിമകൾ പ്രവാചകരിൽ നിന്നും സ്വാതന്ത്ര്യത്തെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. വളരെ ഹൃദയദയനീയമായിരുന്നു. ഇല്ല, ബദറും ബദരീങ്ങളും അവസാനിക്കുന്നില്ല. തുച്ഛമായ സമയം കൊണ്ട് അതിങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.